സംഘർഷം തുടരുന്നതിനിടെ യുക്രൈനും റഷ്യയും തമ്മിൽ സമാധാന ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 7 ആഴ്ചകൾക്ക് ശേഷമാണ് യുക്രൈനും റഷ്യയും തമ്മിൽ ചർച്ചയ്ക്ക് വീണ്ടും വഴി തെളിയുന്നത്. 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് ചർച്ച സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം യുക്രൈനും റഷ്യയും പരസ്പരം ഡ്രോൺ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. 426 ഡ്രോണുകളും 24 മിസൈലുകളും ഉപയോഗിച്ചുള്ള റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ 2 പേർ മരിക്കുകയുണ്ടായി. കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയുടെ ഡ്രോണുകളിൽ പകുതിയോളം ലക്ഷ്യം കാണും മുൻപ് തന്നെ യുക്രൈൻ സൈന്യം തകർക്കുകയാണ് ഉണ്ടായത്. റഷ്യയോട് യുദ്ധം ചെയ്യാനായി നാറ്റോ വഴി യുക്രൈൻ ആയുധങ്ങൾ നൽകാമെന്ന US വാഗ്ദാനം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കൾ യോഗം ചേരാനിരിക്കെയാണ് റഷ്യ ആക്രമണം ശക്തമാക്കിയത്. സുമി മേഖലയിലെ സ്വെസ്ക ഗ്രാമത്തിൽ 78 വയസ്സുള്ള സ്ത്രീ റഷ്യയുടെ ആക്രമണത്തിൽ മരിക്കുകയുണ്ടായി. മറ്റിടങ്ങളിലായി 6 പേർ മരിച്ചിട്ടുണ്ട്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറെയും മോസ്കോയിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. വിമാന സർവീസുകൾ താറുമാറാകുകയാണ് ചെയ്തിട്ടുള്ളത്. കിഴക്കൻ യുക്രൈനിലെ ഡോണസ്കിലുള്ള ബിലഹോറ ഗ്രാമം പിടിച്ചതായി റഷ്യ അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യുക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ അത് ശ്രമകരമായ നീണ്ട പ്രക്രിയയാണെന്നും അതിന് ഒരുപാട് സമയമെടുക്കുമെന്നും ഒക്കെ റഷ്യ പറഞ്ഞത്. സമാധാനത്തിന് മുൻപേ റഷ്യയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് മുൻഗണന എന്നും മുൻഗണന എന്താണെന്ന് വ്യക്തമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുകയുണ്ടായി. 50 ദിവസത്തിനകം വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം തന്നെ നേരിടേണ്ടി വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം. സമാധാന ചർച്ചകൾ തടസ്സപ്പെടുന്നു എന്ന യുക്രൈന്റെയും അതിന്റെ പാശ്ചാത്യ പങ്കാളികളുടെയും ആരോപണങ്ങൾ പെസ്കോവും മറ്റ് റഷ്യൻ ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് നിഷേധിച്ചിരുന്നു. 2022 കയ്യേറിയ 4 യുക്രൈൻ പ്രവിശ്യകൾ റഷ്യയുടേതായി അംഗീകരിക്കണമെന്നതാണ് പുടിന്റെ പ്രധാന ആവശ്യം. ഇത് യുക്രൈൻ ഇതുവരെയും അംഗീകരിച്ചിട്ടുമില്ല. നാറ്റോ സഖ്യത്തിൽ അംഗമാകാനുള്ള നീക്കം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം യുക്രൈന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് ലാരിജാനുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് ലാരിജാനിയുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങളുമാണ് ചർച്ചയായതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മേഖലയിലെ സാഹചര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനും അനുകൂല നിലപാടാണ് റഷ്യ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആണവ പദ്ധതി സംബന്ധിച്ച് UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ തത്വത്തിൽ ധാരണയായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിനു ശേഷം ആണവ പദ്ധതി സംബന്ധിച്ച ഇറാൻ US ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണ്. US-ഉം ആക്രമണത്തിൽ പങ്കാളിയായ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പുകൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം.